ഹായ് ഓൾ, ചാർട്ട് വിത്ത് TSP എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനീഷാണ്. ഇന്ന് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ട്രേഡ്സ്? നമുക്ക് കുഴപ്പമില്ലായിരുന്നു. ഒരു SL അടിച്ചു. ഒരു 2-3 ട്രേഡ് നമുക്ക് സക്സസ് ആയി. ബട്ട് അതൊരു SMC ട്രേഡ് എന്ന് വെച്ചാൽ SMC അല്ല, ബട്ട് ICTയുടെ ഒരു മെത്തേഡ് വഴിയാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പം ഈ SMC എന്ന് പറയുന്നത് ICT പറയുന്നത് രണ്ട് ഇതാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ടും കൂടെ കോമ്പിനേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ചാർട്ടിലോട്ട് പോകാം. അപ്പം ഞാൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ട്രേഡ്സ് ഒന്നും എടുത്തില്ല. കാരണം ബാങ്ക് നിഫ്റ്റി ഒരു നോയ്സ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഇന്നും നമ്മൾ നിഫ്റ്റിയിലാണ് എടുത്തത്. പിന്നെ നമ്മൾ ഇന്നലെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ കണ്ടായിരുന്നല്ലോ. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഇവിടെ ഒരു 15 മിനിറ്റിൻ്റെ 1 മിനിറ്റിൻ്റെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞു 15 മിനിറ്റിനകത്ത് 1 മിനിറ്റ് വരെയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം നമുക്ക് ഇവിടെ ഒരു പ്രോപ്പർ COH വെച്ചു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വെച്ചിരുന്നു. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സെറ്റപ്പ് വന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ 15 മിനിറ്റിൽ 1 മിനിറ്റിലുള്ള ഒരു ഓർഡർ കിട്ടിയപ്പോൾ ഇവിടെ വന്ന് റിജക്ഷൻ, ഈ ഒരു ക്യാൻഡിൽ റിജക്ഷൻ കണ്ടപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തായിരുന്നു. ബട്ട് അത് വളരെ റിസ്കി എൻട്രിയാണ്. കാരണം COH ചേഞ്ച് ഓഫ് ക്യാരക്ടർ പോലും വെക്കാതെയാണ് നമ്മൾ എൻട്രി ചെയ്തത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ SLും വെച്ച് ഞാൻ ഇരുന്നു. അപ്പം എനിക്ക് ഇത്രയേ കിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ ഞാൻ വരച്ചില്ലായിരുന്നു. ഇതിൻ്റെ സക്സസ് റേറ്റ് മീൻസ് COH വെച്ച ശേഷം അതിൽ കുറേ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വന്ന ശേഷം ബാക്കിയുള്ള ക്വാണ്ടിറ്റി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതൊന്നും വന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷോർട്ട് പൊസിഷൻ വരയ്ക്കാതിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഒരു എൻട്രിയാണ് ഞാൻ ഇതുവരെ വെച്ചുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലോ വരെ വെച്ചുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ചിലപ്പം നേരെ തിരിച്ച് ഇവിടെ വന്ന് വീണ്ടും ഒരു എൻട്രി തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലോ വരെ വെച്ചത്. അപ്പോൾ നോർമലി ഇവിടെയൊക്കെ വന്ന് ഈ ഒരു ലോ വരെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയി പിന്നെ നമ്മളെ സെറ്റപ്പൊക്കെ വരപ്പോഴാണ് വീണ്ടും റീ എൻട്രി ചെയ്യണത്. അപ്പം ഞാൻ ഇതിൽ എൻട്രി ചെയ്ത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആയിരുന്നു. കാരണം ഇത് റിസ്കി ട്രേഡായിരുന്നു. അപ്പം ഇവിടുന്ന് ഒരു SL എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ കുറച്ചുകൂടെ മുകളിൽ വെച്ചു. അപ്പം 9-10 പോയിൻ്റ് SLും 29 പോയിൻ്റ് ടാർഗറ്റും കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു റേഷ്യോ 1:3 കിട്ടിയായിരുന്നു. പിന്നെ സെക്കൻഡ് എൻട്രി അതൊരു നല്ലൊരു എൻട്രി ആയിരുന്നു. നമ്മളൊരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. ഇത് പ്യൂർ ICT ആണ് കേട്ടോ. ഇത് SMC അല്ല, ICT ആണ്. അതിനൊരു മെത്തേഡ് ഉണ്ട്. അപ്പം ഇവിടെ നിന്നൊരു നമ്മളൊരു ടാർഗറ്റ് വെച്ചായിരുന്നു. ഈ ടാർഗറ്റ് വയ്ക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ ദിവസം ഈ ഒരു ലോ വരെ ഉണ്ടായിരുന്നു. 6 പോയിൻ്റ് വരെ ഉള്ളൂ SL. അപ്പം 6 പോയിൻ്റ് SL വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമ്മൾ നിഫ്റ്റിയിൽ 0.5 ഡെൽറ്റ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. ഓപ്ഷൻസിനകത്ത് 0.5 ഡെൽറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നിഫ്റ്റിയിൽ 5 പോയിൻ്റ് അല്ലെങ്കിൽ 6 പോയിൻ്റ് മൂവ് ചെയ്യാൻ നേരത്ത് ഈ ഡെൽറ്റ 0.5 ഉള്ളത് 3 പോയിൻ്റേ മൂവ് ചെയ്യത്തുള്ളൂ. കാരണം 0.5 ഇൻറ്റു ഈ 6 എന്നാണ്. അങ്ങനെയാണ് അതിൻ്റെ കണക്ക് കൂട്ടില്ല. ഓപ്ഷൻസ് എല്ലാവർക്കും അറിയാവുന്നത് പ്രതീക്ഷിക്കുന്നു. അപ്പം ഓപ്ഷൻസിൽ വളരെ 3 പോയിൻ്റിൽ SLും നമുക്ക് ഇതിൻ്റെ 57 പോയിൻ്റ് കിട്ടി. അപ്പോൾ 57 എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പകുതി കൂടുതൽ കിട്ടും. കാരണം ഈ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ ഡെൽറ്റ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് വരാൻ നേരത്ത് ഇപ്പോൾ നേരത്തെ 0.5 എടുത്തത് 0.6 0.65 അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതാണ് ഈ ഓപ്ഷൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇതിൻ്റെ റിസ്ക് റിവാർഡെന്ന് പറയുന്നത് 1:10 ആയിരുന്നു. അത് നല്ലൊരു ട്രേഡായിരുന്നു, നല്ല സൂപ്പർ ട്രേഡായിരുന്നു. പിന്നെ അതിനുശേഷം ഇവിടുന്ന് നമ്മളെ SMCയുടെ ടൈപ്പുള്ള ഒരു എൻട്രീസ് വന്നു. അത് നല്ലൊരു എൻട്രി ആയിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഒന്ന് ഇവിടെ നമ്മൾ എൻട്രി എടുത്തു, അതിനുശേഷം അപ്പം തന്നെ PE എടുത്തു. ബട്ട് ഇവിടെ SL അടിച്ചതാണ്. പക്ഷേ ഇതൊരു ലിക്വിഡിറ്റി പൂളാണ്. അപ്പോൾ എനിക്കറിയാം ഇവിടുന്ന് ഒരു വിക്ക് വെക്കുകയാണെങ്കിൽ മാത്രം ഞാൻ എക്സിറ്റ് ചെയ്യുള്ളൂ. ബട്ട് ഞാൻ അത് നേരെ വരച്ചില്ല. ബട്ട് ഇത് ചെറിയൊരു ട്രേഡായിരുന്നു. 1:2 ആയിരുന്നു. ഇത് നമ്മൾ മുകളിലോട്ട് എടുത്തത് 1:4 ആയിരുന്നു. അപ്പം അങ്ങനെ ഇത് രണ്ടും ചെറിയ ട്രേഡ്സ് ആയിരുന്നു. ബട്ട് നമ്മൾ വേറൊരു ട്രേഡ് എല്ലാം കൺഫേം ചെയ്ത് വന്നപ്പോൾ ഇത് നല്ലൊരു ട്രേഡായിരുന്നു. ഇത് സെറ്റപ്പ് വന്നപ്പോൾ നമുക്ക് അതൊരു കൺഫർമേഷൻ കിട്ടി. അപ്പം ഇവിടുന്ന് നമ്മൾ കയറി പോകുമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഞാൻ മുകളിലോട്ട് എടുത്തു. ഇപ്പോൾ റീസെൻറ്റ് ഒരു മുകളിലുള്ള ഒരു OB ആയിട്ടാണ് ടാർഗറ്റ് വെച്ചത്. ബട്ട് ആൾമോസ്റ്റ് അതുവരെ വന്നില്ല. അവിടുന്ന് ഒരു 6 പോയിൻ്റ് വ്യത്യാസത്തിൽ SL അടിച്ചു. ഞാൻ ഇത് ബുക്ക് ചെയ്തില്ലായിരുന്നു.
ബുക്ക് ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ അതാ ഇവിടെ നിന്നൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ട്രേഡോടെ കാണിച്ചു തന്നായിരുന്നു. അപ്പം ഇവിടെ നിന്ന് വന്ന് വീണ്ടും റിജക്ഷൻ ചെയ്യണ കണ്ടപ്പോൾ ഞാൻ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ വീണ്ടും ഇവിടെ വന്ന് റിജക്ഷന്. അപ്പം ഈ ഒരു ട്രേഡാണ് എസ് എൽ അടിച്ചത്. ഇതിൽ 12 പോയിൻറ്റ് എസ് എൽ അടിച്ചു. അപ്പം നമ്മൾ ഡെൽറ്റ 0.5 6 പോയിൻറ്റ് എസ് എൽ അടിച്ചു. ബാക്കിയെല്ലാം പോയിൻറ്റ്സ് നമ്മൾ ഇവിടുന്ന് സക്സസ് ആയിരുന്നു. അപ്പം ടോട്ടൽ ഇന്ന് എടുത്ത ട്രേഡ് 5 ട്രേഡ്സ് ആയിരുന്നു. അപ്പോൾ 5 ട്രേഡ്സിൽ ഒരെണ്ണത്തിൽ എസ് എൽ അടിച്ചു. പക്ഷെ ഞാൻ ഇത് കൂട്ടി വെച്ചതാണ്, കാരണം ഇവിടെ ഒരു ലിക്വിഡിറ്റി പോൾ പോലെ കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചത്. ബട്ട് ഇതിൻ്റെ എസ് എൽ അടിച്ചു. പിന്നെ എടുത്തില്ല, കാരണം ഇതിൻ്റെ ഈ ലിക്വിഡിറ്റി പോൾ ഒരു എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മോളിൽ പോകില്ലെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഈ സമയം കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ 3 മണിയൊക്കെ ആണ്ട് അടുപ്പിച്ച് 2 മണി കഴിഞ്ഞു. അപ്പോൾ 2 മണിക്ക് ശേഷം പിന്നെ ഞാൻ ട്രേഡ് എടുക്കാറില്ല. അപ്പം അതിനുശേഷം എനിക്കറിയായിരുന്നു അത് തിരിച്ച് നമുക്ക് ഇവിടുന്ന് തിരിച്ചൊരു എൻട്രി ഉണ്ട്, ആ ഒരു മെത്തേഡ് ഉണ്ട്. ഇവിടെ വരപ്പോഴും നമുക്കൊരു എൻട്രി ഉണ്ട്. ബട്ട് അത് നമ്മൾ എടുത്തില്ല, കാരണം ഒന്നാമത് 3 മണിയായി. അപ്പം 3 മണിക്കുള്ള മൂവ്സൊക്കെ അറിയാമല്ലോ, വർക്ക് ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു പ്രോപ്പർ സെറ്റപ്പ് തന്നില്ലായിരുന്നു. ഞാനിവിടെ ഒരു വെർജിൻ CPR, ഞാൻ ഒരു CPR ഒക്കെ പണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇത് വരച്ച് വെച്ചു. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് നോക്കിയായിരുന്നു. ബട്ട് ആ ഒരു വെർജിൻ CPRനെ പൊട്ടിക്കാൻ അവർ കുറേ ശ്രമിച്ചു. ബട്ട് അതിനുശേഷം അത് സംഭവിച്ചിട്ടില്ല. ഇത് SMC അല്ല, ഒരു നമ്മൾ CPR ബേസ്ഡ് ഒരു സാധനമാണ് വെർജിൻ CPR എന്ന് പറയുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നോയ്സ് പോലെ തോന്നി, അതാണ് ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ പിന്നെ ട്രേഡ് എടുക്കാത്തത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഈ SMC ICT ഒന്നാണോ. അപ്പോൾ ഞാൻ ഈ ചിലയിടത്ത് കണ്ടിട്ടുണ്ട് SMC ICT ഒന്നാണെന്നാണ് എല്ലാവരും പറയണത്. ബട്ട് അത് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ രണ്ടുപേരും ബ്രദേഴ്സാണ്, പക്ഷേ അതിലുള്ള എൻട്രി മെത്തേഡ്സൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിനി നിഫ്റ്റിയിൽ തന്നെ 50 മിനിറ്റിലുള്ള ഇന്നത്തെ ഇൻട്രാഡേയിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്ക് നോക്കാം. ഈ ഒരു പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇൻട്രാഡേ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഈ ബോക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 19845 19817 ആണ്. അപ്പോൾ 50 മിനിറ്റിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി 1 മിനിറ്റിലൂടെ നോക്കാം, കാരണം 50 മിനിറ്റിൽ വേറെ ഒന്നും കാണില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. 1 മിനിറ്റിൻ്റെ ഓർഡർ ബ്ലോക്ക് വരുന്നത് ഈ ഒരു ഏരിയയാണ്. അപ്പം ഇതിൻ്റെ ഒരു ബോക്സ് എന്ന് പറയുന്നത് 19829 19826 ആണ്. അപ്പോൾ ഇതൊരു മാർക്ക് ചെയ്ത് ഇതൊരു ഇമ്പോർട്ടൻ്റ് 1 മിനിറ്റിലുള്ള 50 മിനിറ്റിനകത്ത് 1 മിനിറ്റുള്ള ഒരു ഓർഡർ ബ്ലോക്കാണ്. ബാക്കി ഇത് സ്പെഷ്യൽ എല്ലാവരും വരയ്ക്കും ഇതിൻ്റെ ഒരു മുകളിലാണ് ഓർഡർ ബ്ലോക്ക്. അല്ല, ഇത് നമ്മൾ റിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കാണ്, റിഫൈൻഡ് ഓർഡർ ബ്ലോക്ക് എന്ന് പറയും. അപ്പോൾ റിഫൈൻഡ് ഓർഡർ ബ്ലോക്കിലുള്ള ബോക്സാണ്. അപ്പോൾ എല്ലാവരും നോർമൽ നമ്മളിപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ, ഇപ്പോൾ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ ഒക്കെ ഇൻഡിക്കേറ്റർ അവൈലബിൾ ആണ്, അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും ഓർഡർ ബ്ലോക്ക് ആയിട്ട് കാണിക്കണേ. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഒരിക്കലും ഞാൻ കുറേ ഒരു ഇൻഡിക്കേറ്ററും ഇങ്ങനെ ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്ക് അത് കാണിച്ചു തരത്തില്ല. അപ്പം നമ്മൾ അത് മാനുവലായിട്ട് പഠിച്ച് നമ്മൾ മാനുവലായിട്ട് തന്നെ നമ്മൾ കണ്ടുപിടിച്ച് വരയ്ക്കണം. ഇവിടെ ഒരു 1 മിനിറ്റിൻ്റെ ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പം 19795 19788 ആണ്. അപ്പോൾ അതൊരു ഓർഡർ ബ്ലോക്കാണ് 1 മിനിറ്റിൽ പ്രധാനമായിട്ടുള്ള. പിന്നെ ചെറിയ ചെറിയ ഓർഡർ ബ്ലോക്സ് ഒക്കെ ഉണ്ട്, പക്ഷേ അതൊരു ഇമ്പോർട്ടൻസ് അല്ല. ഞാൻ ഈ പറഞ്ഞ ഈ 50 മിനിറ്റിൽ എസ്പെഷ്യലി 50 മിനിറ്റിനകത്തുള്ള 1 മിനിറ്റിൻ്റെ ഓർഡർ ബ്ലോക്കാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഈ ഒരു ഓർഡർ ബ്ലോക്കും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിന് ശേഷം ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. അപ്പം ഇതും 1 മിനിറ്റിലൊരു ഓർഡർ ബ്ലോക്കാണ്. ഇതിൻ്റെ ഒരു ബോക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 19723 19710 ആണ്. അപ്പോൾ 1 മിനിറ്റിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു. അപ്പോൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകാം. ബാങ്ക് നിഫ്റ്റിയിൽ 50 മിനിറ്റിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നൊരു 50 മിനിറ്റിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഉള്ളത് 44480 ആണ്, 44382 ആണ്. വേറെ ഒന്നും കാണില്ല. ആ ഒരു 50 മിനിറ്റിൽ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 മിനിറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഓർഡർ ബ്ലോക്കാണ് 44432 44417 ആണ്. പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്കാണ് 1 മിനിറ്റിലുള്ള. ബോക്സിൻ്റെ സോൺ എന്ന് പറയുന്നത് 44219 44202 ആണ്. അപ്പോൾ നാളെ മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എങ്ങനെയാണ് റിയാക്ഷൻ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമ്മളിന്ന് ടെലിഗ്രാമിൽ അയക്കാൻ വേണ്ടി ഇരുന്നതാണ്. നേരത്തെ ഒരു നിഫ്റ്റിയുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ നിന്നൊരു എൻട്രി, അപ്പോൾ അതൊരു പ്രോപ്പർ എൻട്രി അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇടാതെ. പിന്നെ ഇത് ICT ആണ്, നമ്മൾ ആക്ച്വലി SMC കൂടെ ചേർന്ന് വരാണെങ്കിൽ മാത്രമേ ഇടായിരുന്നുള്ളൂ. ഇതാണ് നമ്മളെ ടെലിഗ്രാം ചാനൽ. അപ്പം ഇതിലാണ് നമ്മൾ
എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ടെലിഗ്രാം ചാനലാണ് ലൈവായിട്ട് നമ്മൾ ഇടുന്നത്. ഈ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എല്ലാ പോയിൻറ്റ്സൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ എങ്ങനെയാണ് അതിൻ്റെ ഒരു റിയാക്ഷൻ കണ്ടിട്ട് നമുക്കൊരു അതിൻ്റെ അനുസരിച്ചുള്ള ട്രേഡിംഗ് പ്ലാൻ നമുക്ക് എടുക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.